ഈ സിനിമ റിലീസായി ഇത്രയും ദിവസം കഴിഞ്ഞപ്പോൾ റെക്കോർഡുകളും കളക്ഷൻ റെക്കോർഡുകളും തിയേറ്ററുടെ ലിസ്റ്റ് പോലും ഒന്നൊന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഒന്നും കുറയുന്നില്ല. മലയാള സിനിമയിൽ ഒരേ ഒരു നായകന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം വാല്യൂ എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രേക്ഷക സ്വീകാര്യത. മലയാള സിനിമയിൽ ഒരേ ഒരു വ്യക്തി മാത്രമാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷക സ്വീകാര്യത ഉള്ളതെന്ന് നമുക്ക് മുമ്പും തോന്നിയിട്ടുള്ളത്, നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്. അദ്ദേഹമാണ് മലയാള സിനിമയുടെ തന്നെ ബോക്സ് ഓഫീസ് കിങ് എന്ന് അദ്ദേഹത്തിൻ്റെ പഴയ ഒരു സിനിമ റിലീസ് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരേ ഒരു കാര്യമാണ്, മക്കളെ പക തോന്നിയിട്ട് കാര്യമില്ല, പകരം വയ്ക്കാൻ ആളില്ല. 24 വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ ഇറങ്ങി പ്രേക്ഷക ശ്രദ്ധ അത്രയ്ക്കും നേടിയെടുക്കാൻ സാധിക്കാത്തൊരു സിനിമയാണ് ദേവദൂതൻ. 2024 വർഷങ്ങൾക്ക് ഇപ്പുറം ഈ സിനിമ ഇപ്പോഴുള്ള സാങ്കേതിക മികവിൽ നമ്മുടെ മുമ്പിലെത്തുമ്പോൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം 24 വർഷം മുമ്പ് റിലീസായ ഒരു സിനിമയുടെ തിരക്ക് നിയന്ത്രിക്കാൻ ചില പ്രമുഖ കേന്ദ്രങ്ങളിൽ പോലീസിനെ സഹിതം വിനിയോഗിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വളരെ സന്തോഷം തന്നെയാണ്. ആ ഒരു സിനിമയ്ക്ക് ഇന്ന് നേടിയെടുക്കാൻ പറ്റിയൊരു വിജയം ആ ഒരു ഡയറക്ടറിനും ആ ഒരു നായകനും ആ ഒരു മ്യൂസിക് ഡയറക്ടറിനും അവകാശപ്പെട്ടതാണ്. കാരണം അത്രയ്ക്കും സാങ്കേതിക മികവോടെ ആ സിനിമ ആ ഒരു കാലഘട്ടത്തിൽ വന്നപ്പോൾ ആ ഒരു ജനറേഷന് പോലും ആ സിനിമ അത്രയ്ക്ക് ഒരു സ്വീകാര്യതമായാതെ തിയേറ്ററിൽ മങ്ങിയ ഒരു പ്രവണതയിൽ മുമ്പോട്ട് പോയൊരു കാലഘട്ടമായിരുന്നു ആ ഒരു സിനിമ റിലീസായത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ആ സിനിമ വന്നപ്പോൾ ഇരു കൈയും നീട്ടിയാണ് ഇപ്പോഴുള്ള ജനറേഷനിലുള്ള ഓരോ വ്യക്തികളും എടുത്തിരിക്കുന്നത്. എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ആ സിനിമയുടെ തീം മ്യൂസിക് മാത്രമാണ്. മാന്ത്രിക സ്പർശത്താൽ മനുഷ്യനെ ഏതോ ഒരു വിസ്മയ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന വിദ്യാസാഗറിൻ്റെ ആ ഒരു തീം മ്യൂസിക്കും കേട്ട് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയും കാണത്തില്ല എന്ന് തന്നെയാണ് സാധാരണ ഒരു സിനിമാ പ്രേക്ഷകൻ എന്ന നിലയിൽ എൻ്റെ ഒരു വിലയിരുത്തൽ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.